രോഹിത്തെ, നീ ഇത് കണ്ടോ? ഒരു പദ്ധതി പ്ലാൻ ചെയ്തത് പ്രാവർത്തികമാക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാ. കാണ്, നമ്മുടെ ശത്രുക്കൾ കൂടും കുടുക്കെ എടുത്ത് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മനോഹരമായ കണ്ണുകളെ ആനന്ദിപ്പിക്കുന്ന കാഴ്ച. സത്യഭാമയുടെ ഒക്കെ നിപ്പ് കാണണം. സംസാരത്തിൽ 1000 പ്രാവശ്യമെങ്കിലും പറയും എന്റെ വീട് എന്റെ വീട് എന്ന്. എന്നിട്ടിപ്പ എന്തായി തള്ളേ? പെട്ടിയും പ്രമാണം എടുത്ത് ഇറങ്ങേണ്ടി വന്നില്ലേ? ഓ സോറി, പ്രമാണം പിന്നെ നേരത്തെ പോയല്ലോ അല്ലേ? രോഹിത്തെ, നീ കണ്ടില്ലല്ലോ, ദാ കാണ്, നോക്ക്. എന്തൊരു മനസ്സാ നിന്റേത്. ശത്രുവാണെങ്കിലും ഇത് കണ്ടിട്ട് നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ തോന്നുന്നേ? നിനക്ക് എന്താ രോഹിത്തെ സന്തോഷം വരാത്തെ? നിന്നെ അടിച്ചിറക്കിയ വീടാത്. അതിന്റെ അസ്ഥിവാരം തോണ്ടാൻ ആദ്യത്തെ കുഴിയെടുത്തത് നീ തന്നെയാ. എന്നിട്ടിപ്പോ സെന്റിമെന്റ്സും പറഞ്ഞ് സങ്കടക്കണ്ണീര് ഒഴുക്കാൻ പോവാണോ? അതല്ല, എന്റെ മോള്, എന്റെ ഭാര്യ, അവരൊക്കെ എങ്ങോട്ട് പോയി? അത് ശരി, ഭാര്യയോടുള്ള സ്നേഹം കരകവിഞ്ഞങ്ങ് ഒഴുകുകയാണല്ലോ. എടോ, നിന്നെ ചതിച്ച് വല്ലവന്റെയും കൊച്ചിന്റെയും തന്തയാക്കി അവളെ നിനക്ക് എന്തിനാ? നിന്നോടൊരു തരിമ്പെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഈ രഹസ്യം നിന്നെ അറിയിക്കില്ലായിരുന്നോ? ഇതിപ്പോ നിന്നെ ഒരു രണ്ടും കെട്ട ഭർത്താവാക്കി മാറ്റിയില്ലേ? രോഹിത്തെ, നീ ഒരു പെൺകോന്തന. നീ പിന്നെ ഇതുപോലെ അവളുടെ പുറകെ ചെല്ലുന്ന നമുക്കറിയാം. അവൾ എന്നോട് കാണിച്ച എല്ലാം തെറ്റാണ്, അത് ഞാൻ ശരിവെക്കുന്നു. പക്ഷെ എന്നെ ആദ്യമായിട്ട് അച്ഛന്ന് വിളിച്ചത് എന്റെ പപ്പിമോളാ. പപ്പിമോൾ എന്റെ മോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെ എന്റെ മോളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കളയും. നീയുണ്ടല്ലോ രോഹിത്തെ, നീ വേസ്റ്റാ, ഭൂലോക വേസ്റ്റ്. നിനക്ക് വേണ്ടി ഞാൻ ഈ കാണിക്കുന്നൊന്നും നീ മനസ്സിലാക്കുന്നില്ലേ? ഈ ജപ്തി തന്നെ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അവിടുത്തെ പഴയ പ്രതിഷ്ഠകൾ മാറ്റിയാലേ പുതിയ പ്രതിഷ്ഠകൾ അവിടെ സ്ഥാപിക്കാൻ പറ്റൂ. അതിനു വേണ്ടിയല്ലേ ഈ പാഴ്വസ്തുക്കളെ നമ്മൾ അവിടെ നിന്ന് അടിച്ചിറക്കിയത്. സത്യഭാമ അവരെന്റെ കരണം തടിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, അവരുടെ ചങ്കിനിട്ട് ഒരടി കൊടുക്കണമെന്ന്. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയേക്കാൾ വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. എനിക്കത് മതി. പക്ഷേ നീ കണ്ടില്ലേ, അവര് കരയുന്നില്ല. മുഖത്തൊരു സങ്കടം പോലുമില്ല. സത്യഭാമയുടെ കണ്ണീന്ന് 2 കണ്ണീര് ഞാൻ പ്രതീക്ഷിച്ചു. വാരാഘവേട്ടാ, ഇറങ്ങി വാരാഘവേട്ടാ. എത്രയാ? 100. രാഘവേട്ടൻ വരൂ. നമ്മളിനി ഇവിടെ താമസിക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ മോൻ? അവന് അവന്റെ ഭാര്യയില്ലേ, ഭാര്യ വീട്ടുകാരില്ലേ? ആരുമില്ലാത്തത് നമുക്കല്ലേ? ഇവിടെ ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കഴിയുന്നവര്. അവർക്ക് നമുക്ക് ആരെങ്കിലുമൊക്കെ ആകാം. അതുപോലെ രാഘവേട്ട, ഇതൊക്കെ എപ്പോഴാ ഭാമേ നീ ഏർപ്പാടാക്കിയത്? എന്നോടൊരു വാക്ക് പോലും പറയുന്നില്ലല്ലോ. എന്റെ തീരുമാനങ്ങൾക്ക് ഒരിക്കലും രാഘവേട്ടൻ എതിര് പറയില്ലെന്ന് എനിക്കറിയാം. രാഘവേട്ട, ഇതല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുമ്പിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നിന്റെ തീരുമാനങ്ങളൊക്കെ തെറ്റുന്നുണ്ടല്ലോ ഭാമേ. അതിന്റെ ആദ്യത്തെ തെളിവാ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. രാഘവേട്ട, പക്ഷെ ഇതങ്ങനെയല്ല. എല്ലാം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ ഏർപ്പാടാക്കിയതാ. നമുക്ക് 2 പേർക്കും കഴിയാനുള്ള പണവും അടച്ചു. ഇനി സെക്രട്ടറി വന്ന് നമുക്കുള്ള മുറി കാണിച്ചു തന്നാ മതി. പക്ഷേ നമ്മുടെ മോനോട് നമ്മൾ ചെയ്യുന്ന ചതിയല്ലേ ഭാമേത്? അവനെന്തറിയുമ്പോ ഒരുപാട് സങ്കടപ്പെടില്ലേ? അത് കുറെ കഴിയുമ്പം മാറിക്കോളും. അവൻ ജീവിക്കട്ടെ, സ്വസ്ഥമായി സുഖമായിട്ട് അവൻ ജീവിക്കട്ടെ.
നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ കഴിയാം. ഭാമേ, രാഘവേട്ടൻ വരും. എന്തായാലും ഞാനൊന്ന് കാണാൻ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ രാഘവൻ നായര്. ഭാമ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞിരുന്നു. പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അന്ന് വാങ്ങിയ പണമാ. ഇതിനി ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്കൊരു മകനും മകളും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അന്ന് പണം അടയ്ക്കാൻ വന്നപ്പോ പറഞ്ഞതാണല്ലോ. ശരിയാണ്, അന്ന് പറഞ്ഞതാ. പക്ഷേ അന്ന് ഈ പ്രോബ്ലം ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിംഗിലാ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. അല്ല, ഞാൻ വേറൊരു വീട് അന്വേഷിച്ച് തന്നാ മതിയോ? എന്നാലും അതിനും ഒരു 2-3 ദിവസം പിടിക്കും. രാഘവേട്ട, സാറിന് സങ്കടമായെന്ന് തോന്നുന്നു. ഇവിടെ താമസം ഒരുക്കിയിട്ടുണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിലാ വന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു. പക്ഷെ നടക്കില്ല. പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാ ശരി, നടക്കില്ലെങ്കിൽ പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.